ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ജിലേബി 3 മിനിറ്റിൽ വീട്ടിൽ തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ വിശേഷ ദിവസങ്ങളൊക്കെ വന്നാൽ ജിലേബി, ലഡു ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാറാണ് പതിവല്ലേ. അപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ എന്ത് വിശ്വസിച്ചാണ് നമ്മൾ വാങ്ങുന്നത്, അവരെങ്ങനെ ഉണ്ടാക്കുന്നു, എത്ര വൃത്തിയോടുകൂടിയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ എണ്ണയാണ് ഇതിന് ഉപയോഗിക്കുന്നത്, എന്തെല്ലാം സാധനങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ വൃത്തിയുണ്ടോ വൃത്തിയില്ലയോ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ഇതുപോലുള്ള സാധനങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ 3 മിനിറ്റിൽ വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ജിലേബി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ ജിലേബി ഉണ്ടാക്കാനായിട്ടൊരു വിശേഷമുണ്ട് കേട്ടോ. മോൻ്റെ റിസൾട്ട് 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു, അങ്ങനെ നമ്മൾ ജിലേബി ഉണ്ടാക്കിയതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ജിലേബി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിലെ ദോശമാവുണ്ടല്ലോ, ദോശമാവ് ബാലൻസ് വരുമ്പോൾ അത് നമ്മൾ ആ ഒരു മാവിൽ നമുക്ക് ഈ ജിലേബി ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ സാധാരണ നമ്മൾ ദോശമാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, സാധാരണ നമ്മൾ ഉഴുന്നും അരിയും ഒക്കെ ചേർത്തിട്ടാണ് ഈ ദോശമാവ് തയ്യാറാക്കുന്നത്. ആ മാവിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു കൂട്ട് തയ്യാറാക്കാൻ പറ്റുന്നത്. വേണമെങ്കിൽ നമുക്കൊരല്പം കോൺഫ്ലവർ, അതല്ല എന്നുണ്ടെങ്കിൽ അല്പം മൈദമാവ് രണ്ടും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് കളറ്, എനിക്കിവിടെ മഞ്ഞ കളറാണ് ഉണ്ടായിരുന്നത് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഈ മഞ്ഞ കളറ് യൂസ് ചെയ്തതാണ്. അപ്പോൾ മഞ്ഞ ജിലേബി നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ, നമ്മുടെ മക്കൾക്ക് നമ്മൾ ആ ഒരു ഷേപ്പോ ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ ഒരു ടേസ്റ്റോട് കൂടിയിട്ട് വീട്ടിൽ ജിലേബി തയ്യാറാക്കി നമ്മുടെ മക്കൾക്ക് കൊടുക്കാം. അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആവശ്യത്തിന് ഇവിടെ ഫുഡ് കളറ് ചേർത്ത് കൊടുത്തു. മഞ്ഞപ്പൊടിയാണേലും ചേർക്കാം, നമ്മുടെ ആരോഗ്യം വെച്ച് നോക്കുകയാണെങ്കിൽ മഞ്ഞപ്പൊടിയാണെങ്കിലും ചേർക്കാം. പക്ഷെ മഞ്ഞപ്പൊടി ചേർക്കുമ്പോൾ നമുക്ക് ആ ഒരു കളറിനനുസരിച്ചുള്ള ഒരു ടേസ്റ്റ് വരത്തില്ല. ചിലപ്പോൾ മഞ്ഞപ്പൊടി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ഫുഡിന് ചിലപ്പോൾ അല്പം ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 2 പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ ഒന്നിൽ നമ്മൾ എണ്ണ ഒഴിച്ചു, മറ്റേതിൽ നമ്മൾ പഞ്ചസാര ഇട്ട് വെച്ച് നിങ്ങൾ കണ്ടല്ലോ. നമ്മുടെ മധുരം എത്രത്തോളം വേണോ അത്രത്തോളം പഞ്ചസാര നമ്മൾ എടുക്കുക. അപ്പോൾ പഞ്ചസാരയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര അവിടെ ഇരുന്ന് പാനിയാവാനായിട്ടാണ്. പഞ്ചസാര പാനി നമ്മുടെ കയ്യിൽ ഒട്ടി വരുന്ന ആ ഒരു പരുവം മാത്രം മതിയാവുന്നതാണ്. പഞ്ചസാര പാനി നമ്മൾ തയ്യാറാക്കുന്ന അതേ സമയത്ത് നമുക്ക് മറ്റൊരു അടുപ്പിൽ നമുക്ക് ഈ ഒരു ജിലേബിക്ക് ആവശ്യമായ എണ്ണ തിളയ്ക്കുമ്പോൾ അതിലേക്ക് മാവ് തയ്യാറാക്കിയിട്ട് ഈ ജിലേബി ചെയ്തു കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടി നിമിഷം കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. നമ്മളിതാ ആവശ്യത്തിന് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ എണ്ണ തിളയ്ക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു നല്ലൊരു കവർ എടുക്കുക. ഇത്തിരി കട്ടിയുള്ള കവറായിരിക്കണം കേട്ടോ. ആ ഒരു കട്ടിയുള്ള കവറിൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്ന കവർ കഴുകിയെടുത്താൽ മതിയാകും. അപ്പോൾ ആ ഒരു കവറിൽ മാവൊക്കെ വാങ്ങുന്ന ഇത് കവറുണ്ടല്ലോ, ആ ഒരു കവറാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള കവറിൽ നമ്മളിതാ ഇതേപോലെ ഈ മാവ് നിങ്ങൾ വീത്തണം. മാവ് വീത്തിയതിന് ശേഷം അപ്പോൾ നമ്മൾ ഈ മാവ് വീത്തിയിട്ട് അതിൽ പ്രത്യേകിച്ച് വേറെ കണ്ണൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിൻ്റെ സൈഡിൽ നമുക്ക് ഒരു ചെറിയ ഹോളിട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് മാവ് എത്രത്തോളം നമുക്ക് വേണം, എത്രത്തോളം എടുക്കണം അത്രത്തോളം. കണ്ണ് വലുതായി പോയാൽ നമ്മുടെ ജിലേബിയും വലുതായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മുടെ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ കയ്യിൽ ഒട്ടിപ്പരുന്ന ആ പരുവമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ ജിലേബി തയ്യാറാക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ആകൃതി അനുസരിച്ച് പല ഷേപ്പിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ കുട്ടികളുടെ കണ്ണിന് ഇമ്പമുണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് പല ഷേപ്പിലും നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതാ ഇവിടെ നമ്മുടെ ജിലേബി ഒരു സൈഡ് ശരിയായിട്ടുണ്ട്, അടുത്ത സൈഡ് കൂടി മറിച്ചിട്ട് കൊടുത്തു. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് എടുത്ത് ഈ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര പാനിയിൽ ഇത് കുറച്ച്
നേരം ഒന്ന് കിടക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു 2 മിനിറ്റൊക്കെ കിടന്നാൽ മതി. അപ്പം തന്നെ നമുക്ക് ആ ഒരു പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇത് അതിലോട്ടങ്ങ് ചേർന്നോളും. കാരണം അത്രത്തോളം നല്ല മധുരമാണ്, നല്ല രസമാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതിൽ ഒരല്പം നെയ്യും കൂടെ നമ്മൾ ആ ഒരു പാനിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതല്ലെന്നുണ്ടെങ്കിൽ മാവിൽ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ആ ഒരു നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ജിലേബി തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ പല ഷേപ്പിലും ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പല ഷേപ്പിലും വലിപ്പത്തിൽ, അപ്പോൾ വലുത് വേണമെന്ന് പറയുന്നത് 2 പേരും കൂടി മത്സരമാണ് കേട്ടോ. എനിക്ക് വലുത് വേണം, എനിക്ക് ചെറുത് വേണം, ഇങ്ങനെ പറഞ്ഞ് മത്സരമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വീട്ടിൽ തന്നെ പല രീതിയിൽ നമുക്ക് ജിലേബി തയ്യാറാക്കാം. ഇത് നമ്മൾ പഞ്ചസാര പാനിയിലോട്ടിട്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റോ അതിൽ ഇട്ടിരുന്ന്, ഇനി മധുരം കുറച്ചുകൂടി വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ നമുക്ക് ആ ഒരു പഞ്ചസാര ലായനിയിൽ ഇട്ട് കൊടുത്താൽ മതി, സെറ്റായിക്കോളും. ഇതേപോലെ ബാക്കിയുള്ള മാവ് കൂടി നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. ഓരോ ഇത് ഒഴിച്ച് അതിനെ ഒന്ന് മൂത്ത് ഒരു സൈഡ് ഒന്ന് ഒരുപാട് മൂക്കരുത്. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ആ ഒരു സൈഡ് പാകമാകുമ്പോൾ അത് വെന്താൽ മതി. ആ ഒരു സൈഡ് പാകമാകുമ്പോൾ നമ്മളതിനെ മറിച്ചിട്ട്, അപ്പോൾ അടുത്ത സൈഡും കൂടി അത് നന്നായിട്ട് ആയി വരുമ്പോൾ നമ്മൾ അതിനെ എടുത്ത് പഞ്ചസാര ലായനിയിലേക്ക് ഇട്ട് കൊടുക്കുക. പഞ്ചസാര ലായനിയിൽ കിടന്നിട്ട് അത് നല്ല ഒരു ഭയങ്കര ടേസ്റ്റുള്ള ഒരു ജിലേബിയായി മാറുകയാണ് ഗൈസ്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഓർക്കുക, നമ്മൾ പുറത്ത് നിന്ന് വിഷമുള്ളതോ അല്ലെങ്കിൽ മായം ചേർന്നതോ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതോ ആയ എണ്ണയിലും മറ്റും ഹൈജീനിക് അല്ലാതെ ഉണ്ടാക്കുന്ന ഈ വക സാധനങ്ങളൊക്കെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ പിന്നെ വൻ വില കൊടുത്താണ് ഈ ഓരോ സാധനങ്ങളും വാങ്ങുന്നത്. പക്ഷേ ഇതൊക്കെ നമുക്ക് പിന്നെ നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച്, അതുപോലെ നല്ല ക്വാളിറ്റിയിൽ ഇതൊക്കെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കും. നമ്മുടെ കുട്ടികളുടെ മനസ്സും വയറും നിറയുന്ന രീതിയിൽ നമുക്ക് ജിലേബി, ലഡു ഇതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ജിലേബി റെസിപ്പിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതൊക്കെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.